കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വലിയ കാര്യം പറഞ്ഞാണ് നിർത്തിയത്. മനുഷ്യനുണ്ടാകുന്ന ഏത് വികാരവും ഈശ്വരോന്മുഖമാക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ ദുഃഖമാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ആൾക്കാർക്കും ദുഃഖമാണ് ഉണ്ടാവുകയും ചെയ്യുക. അഭിനവഗുപ്തപാദര് തൻ്റെ പ്രസിദ്ധമായ തന്ത്രാലോകത്തിൽ ദുഃഖം ഈശ്വരോന്മുഖമായിട്ടുള്ള വികാസത്തിന്, ബോധവികാസത്തിന് സഹായിക്കുന്നതാണ് എന്ന് ഉദ്ദേശിച്ച് ദുഃഖേപി പ്രവികാസേന, ബോധവികാസത്തിന് ദുഃഖത്തെയും ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അമ്മയ്ക്ക് മകനെ പിരിഞ്ഞിരിക്കുന്നതിലാണ് ദുഃഖം ഉണ്ടായത്. മകൻ ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം അമ്മ ഗ്രഹിച്ചു. ആ കേട്ട ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ പുത്രനോടുള്ള സ്നേഹത്തെ നിഷ്പക്ഷമായി ദേവി അവലോകനം ചെയ്തു. അങ്ങനെ ചെയ്തപ്പം തൻ്റെ പുത്രൻ ആരാണെന്നാണ് ദേവിക്ക് മനസ്സിലായത്. 24 തത്വങ്ങളെ തൻ്റെ പുത്രനായ കപില ഭഗവാനിൽ നിന്ന് കേട്ട 25 തത്വങ്ങളെ, 25 1 26 തത്വങ്ങളെ പ്രായോഗികമായിട്ട് അനുഷ്ഠിച്ചു. അപ്പോൾ വിശകലനം ചെയ്തപ്പോൾ യോഗം കൊണ്ട് നിശ്ചലമായ മനസ്സ്, സമാധിസ്ഥമായ മനസ്സുകൊണ്ട് സസൂക്ഷ്മമായി ബുദ്ധിയെ വിനിയോഗിച്ചപ്പോൾ ദേവിക്ക് തൻ്റെ പുത്രൻ ആരാണ് എന്ന ഉത്തമ ബോധ്യമുണ്ടായി. ഭഗവാനാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടായി. അപ്പോൾ ആ ദുഃഖത്തെ ഭഗവത് സ്മരണയാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വികാരങ്ങളെയും ഈ സ്കന്ധത്തിൽ പറഞ്ഞ സാഖ്യ യോഗം അനുസരിച്ച് വിശകലനം ചെയ്താൽ അത് നമ്മളെ പരമപദത്തിലേക്ക് എത്തിക്കും. നമ്മുടെ വികാരങ്ങൾക്ക് കാരണമായതിനെ ഈ സാഖ്യശാസ്ത്രമനുസരിച്ച് വിശകലനം ചെയ്താൽ സമാധി ഉണ്ടാക്കണം, നിശ്ചലമായ മനസ്സ് വേണം. ആ നിശ്ചലമായ മനസ്സുള്ളത് കൊണ്ട് മാത്രം ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല. ദുഃഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, അറപ്പുണ്ടാവും, വെറുപ്പുണ്ടാകും, ദേഷ്യമുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അതിന് കാരണമായിട്ടുള്ളതിനെ നിശ്ചലമായ മനസ്സുകൊണ്ട് സസൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക സാഖ്യശാസ്ത്രം ഉപയോഗിച്ച്. അപ്പോൾ സാഖ്യശാസ്ത്രം ഉപയോഗിക്കുമ്പം നമ്മളുടെ മനസ്സിന് വിക്ഷുബ്ധമുണ്ടാക്കാൻ കാരണമായത് എന്താണെന്നാണ് നാം മനസ്സിലാക്കുക? ഭഗവാനാണെന്നാണ് മനസ്സിലാക്കുക. അപ്പം നമുക്ക് വികാരപ്രക്ഷുബ്ധതയെ ഉണ്ടാക്കുന്നത് എന്തും ഭഗവാൻ തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുകയും അതിനെ നമ്മൾ നിരന്തരം സ്മരിക്കുകയും ചെയ്യും. നമുക്ക് വികാരാധിക്യത്തെ ഉണ്ടാക്കുന്നതിനെ നമ്മളെപ്പോഴും സ്മരിക്കും. അപ്പോൾ എവിടെയും അത് തന്നെയാണ് അനുഷ്ഠിക്കാൻ പോകുന്നത്. ആ ഭാഗം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. പ്രിയപ്പെട്ട വിതുര, കപിലൻ എന്ന പേരിൽ തൻ്റെ പുത്രനായി അവതരിച്ച ഭഗവാൻ ശ്രീഹരിയെ തന്നെ സദാ ധ്യാനിച്ചു കൊണ്ടിരുന്ന ദേവഹൂതി താമസം വിനാ സർവൈശ്വര്യ സമർത്ഥമായിരുന്ന ആ ഗൃഹത്തിൽ അല്പം പോലും ആസക്തിയില്ലാത്തവളായി തീർന്നു. ഇനി എന്തെങ്കിലുമൊക്കെ വളരെ അതിസൂക്ഷ്മമായ ആസക്തി അതിനോടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇല്ലാണ്ടായി തീർന്നു. അതില്ലാണ്ടായി തീരുന്നതിന് കാരണം എന്താ? ദുഃഖം. ആ ദുഃഖം കാരണം എന്തുണ്ടായി? തൻ്റെ പുത്രനെ നിരന്തരം സ്മരിക്കാൻ അത് കാരണമാക്കി. പുത്രനെ നിരന്തരം സ്മരിച്ചപ്പോൾ പുത്രൻ പറഞ്ഞു തന്ന അറിവിൻ്റെ പശ്ചാത്തലത്തിൽ പുത്രൻ ആരാണ് എന്ന് പരിശോധിച്ചപ്പോൾ പുത്രൻ ആരാണെന്നാണ് മനസ്സിലായത്? ശ്രീഹരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ പുത്രസ്മരണ എന്തായി തീർന്നു? ശ്രീഹരിയുടെ സ്മരണയായി തീർന്നു. അപ്പോൾ എന്തെങ്കിലും ആസക്തി അതിസൂക്ഷ്മമായിട്ട് മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാണ്ടായി. ധ്യാനയോഗ്യമെന്ന് തൻ്റെ പുത്രൻ ഉപദേശിച്ചിരുന്ന പ്രസന്നവദനത്തോടുകൂടിയ ഭഗവാന്റെ സ്വരൂപത്തെ, പാദം മുതൽ ശിരസ്സു വരെയുള്ള അവയവങ്ങളെ ഓരോന്നോരോന്നായും പാദാദികേശം ഒരുമിച്ചുള്ള സമസ്ത സ്വരൂപമായും അവൾ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു. അവളുടെ പുത്രൻ ആരാണ്? ശ്രീഹരി. അപ്പോൾ പുത്രനെ സ്മരിക്കുമ്പോൾ ആരെയാണ് സ്മരിക്കുന്നത്?
ശ്രീഹരിയെ സ്മരിക്കും. അപ്പോൾ ധ്യാനയോഗ്യമെന്ന് തൻ്റെ പുത്രൻ ഉപദേശിച്ചിരുന്ന പ്രസന്നവദനത്തോടുകൂടിയ ഭഗവാന്റെ സ്വരൂപത്തെ, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തെ, പാദം മുതൽ ശിരസ് വരെയുള്ള അവയവങ്ങളെ ഓരോന്നോരോന്നായും പാദാദികേശം ഒരുമിച്ചുള്ള സമസ്ത സ്വരൂപമായും അവൾ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ആ ധ്യാനം നമ്മൾ വളരെ വിശദമായിട്ട് കേട്ടു. നിർവിഘ്നം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തിയോഗത്താലും ദുഃഖം പരമപ്രേമമായി തീർന്നു. ഭക്തിയോഗത്താലും ബലവത്തായ വിഷയവിരക്തി മൂലവും യുക്തമായ ദിനചര്യ, ജപം, തപം, ആഹാരക്രമം എന്നിവയെ സ്വീകരിച്ചതുമൂലമുണ്ടായതും ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണമായി ഭവിക്കുന്നതുമായ ജ്ഞാനം കൊണ്ടും നിർമ്മലമായ അന്ധഃകരണത്തിൽ അങ്കുരിച്ച ആത്മാനന്ദാനുഭൂതിയാൽ മുമ്പ് മായാഗുണ സംബന്ധം മൂലം യഥാർത്ഥമെന്നതുപോലെ തോന്നിപ്പിച്ചിരുന്ന ദേഹം, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം എന്നിവയെ ആശ്രയിച്ചിരുന്നതുമായ അവിദ്യയിൽ നിന്ന് മുക്തയായ അവളുടെ മനസ്സ് കേവലം ജ്ഞാനമാത്രവും ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നതുമായ പരമപുരുഷനിൽ ദൃഢമായി ഉറച്ചു. അതുകൊണ്ട് തന്നെ അവൾ ജീവഭാവത്തിൽ നിന്ന് മുക്തയായി. രാഗദ്വേഷാദി ദോഷങ്ങളെല്ലാം ഒടുങ്ങി സകല ക്ലേശങ്ങളിൽ നിന്നും നിവൃത്തയായി നാശരഹിതവും പരമാനന്ദ സ്വരൂപത്തോടും കൂടിയതുമായ ആത്മാവിൽ മാത്രം ലയിച്ചിരുന്നതുകൊണ്ട് ത്രിഗുണാത്മകരമായ സകല വിഷയങ്ങളോടുമുള്ള പ്രതിപത്തി ഇങ്ങിനി വരാത്തവണ്ണം അപ്രത്യക്ഷയായി. ഉറങ്ങിയുണർന്ന മനുഷ്യൻ സ്വപ്നത്തിൽ ദർശിച്ച വസ്തുക്കളെ എന്ന പോലെ തൻ്റെ ശരീരത്തെക്കുറിച്ച് ഓർത്തതേയില്ല. ദേവിയുടെ അവസാനത്തെ ആ സാധനയുടെ ആ പരിസമാപ്തിയെ വിശേഷിപ്പിക്കുകയാണ്. അങ്ങനെ ദുഃഖം പരമമായ ഭക്തിയായി തീർന്നു. അങ്ങനെ പുത്രധ്യാനം ഭഗവദ്ധ്യാനമായി പരിണമിച്ചു. നിർവിഘ്നം പ്രവഹിച്ചുകൊണ്ടിരുന്ന ഭക്തിയോഗത്താലും ബലവത്തായ വിഷയവിരക്തി മൂലവും, വേറൊന്നിലും താല്പര്യമില്ല, മകനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. ദുഃഖവും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കും. ഏത് വികാരവും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. അങ്ങനെ വിഷയവിരക്തി മൂലവും യുക്തമായ ദിനചര്യ, ജപം, തപം, ആഹാരക്രമം എന്നിവയെ സ്വീകരിച്ചതും മൂലമുണ്ടായതും ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണമായി ഭവിക്കുന്നതുമായ ജ്ഞാനം കൊണ്ടും നിർമ്മലമായ അന്ധഃകരണത്തിൽ അങ്കുരിച്ച ആത്മാനന്ദാനുഭൂതിയാൽ മുമ്പ് മായാഗുണ സംബന്ധം മൂലം യഥാർത്ഥമെന്നതുപോലെ തോന്നിപ്പിച്ചിരുന്ന ദേഹം, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം എന്നിവയെ ആശ്രയിച്ചിരുന്നതുമായ അവിദ്യയിൽ നിന്ന് മുക്തയായ അവളുടെ മനസ്സ് കേവലം ജ്ഞാനമാത്രവും ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നതുമായ പരമപുരുഷനിൽ ദൃഢമായി ഉറച്ചു. ഇവിടെ ആ സാധന മുഴുവൻ, അതിൻ്റെ ആ ക്ലൈമാക്സ് വളരെ ഡീറ്റെയിൽഡായിട്ട് വിവരിക്കുകയാണ്. ഈ വിരക്തിക്ക് ഇനി എന്തെങ്കിലും രീതിയിൽ വിഷയത്തോട് ആഭിമുഖ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ധ്യാനം കൊണ്ടില്ലാണ്ടായി. ആ സമയത്തും യുക്തമായ ദിനചര്യ, ജപം, തപം, ആഹാരക്രമം എന്നിവയെ സ്വീകരിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോഴും ആ ദിനചര്യയ്ക്ക് യാതൊരു കോട്ടവും തട്ടിച്ചിരുന്നില്ല. ആ 3 നേരമുള്ള കുളി തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും യാതൊരു കോട്ടവും തട്ടിച്ചിരുന്നില്ല. ദൈനംദിന വ്യാപാരത്തെ ഈ നിർവിഘ്നം പ്രവഹിച്ചു കൊണ്ടിരുന്ന ധ്യാനം തടസ്സപ്പെടുത്തിയിരുന്നില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതായത് ഒന്നിനോട് ചായുമ്പോൾ മറ്റേത് ഇല്ലാണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും അവിടെ തുടരുകയാണ്. അപ്പം ആ നിർവിഘ്നമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തി യോഗത്തോടൊപ്പം കൃത്യമായ ദിനചര്യ, ജപം, തപം, ആഹാരക്രമം, ആഹാരമൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. ആ ആഹാരക്രമം ഇവയൊക്കെ സ്വീകരിച്ചത് കൊണ്ടുണ്ടായ ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണമായി ഭവിക്കുന്നതുമായ ജ്ഞാനം കൊണ്ട്, ഇതൊക്കെ കൃത്യമായ ദിനചര്യ, നിർവിഘ്നമായിട്ടുള്ള ധ്യാനം, ഇതൊക്കെ സ്വീകരിച്ചതുകൊണ്ട് എന്തുണ്ടാവുക? ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണമായി ഭവിക്കുന്നതുമായ ജ്ഞാനം കൊണ്ടും അജ്ഞാനം ഉണ്ടാവും. ഇപ്പം നിർമ്മലമായ അന്ധഃകരണത്തിൽ അങ്കുരിച്ച ആത്മാനുഭൂതിയാൽ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ മനസ്സ് നിർമ്മലമാകും, ചിന്താരഹിതമാകും. മനസ്സ് ചിന്താരഹിതമാകുമ്പോൾ അന്തർലീനമായിരിക്കുന്ന ആത്മാനുഭൂതി സ്ഫുരിക്കും.
അപ്പം മുമ്പ് അങ്ങനെ ഇതൊക്കെ ഉണ്ടായതിനാൽ മുമ്പ് മായാഗുണസംബന്ധം മൂലം യഥാർത്ഥം എന്നതുപോലെ തോന്നിച്ചിരുന്ന ബാഹ്യമായിട്ടുള്ളതെല്ലാം മായാസംബന്ധം മൂലം, മായാശക്തിയുടെ പ്രവൃത്തി മൂലം യഥാർത്ഥമാണ് എന്ന് ധരിച്ചിരുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ധാരണ പതുക്കെ പതുക്കെ ഇല്ലാണ്ടായി. ആ ധാരണയ്ക്ക് കാരണമായിരിക്കുന്നത് എന്താ? അവിദ്യ. ആ വിദ്യയിൽ നിന്ന് മുക്തയായി, അവയർനെസ്സിൽ നിന്ന് മുക്തയായി. ദേവഹൂതിയുടെ മനസ്സ് കേവലം ജ്ഞാനമാത്രവും 24/7 അവയർനെസ് ഉണ്ടായി. കേവലം ജ്ഞാനമാത്രവും ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നതുമായ പരമപുരുഷനിൽ ദൃഢമായി ഉറച്ചു. ബാക്കിയുള്ളതിനോടൊക്കെ ട്രേസസ് ഓഫ് ആഭിമുഖ്യം ഉണ്ടാകാം. അൾട്ടിമേറ്റ് പദപ്രാപ്തിയെ പറ്റി പറയണത് അതുവരെ ഇതൊക്കെ കുറേശ്ശെ ഉണ്ടാവും. അതുവരെ ഇതൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ടുള്ള ദിനചര്യ, ആഹാരം, ഇതൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. ഇതൊക്കെ അനുഷ്ഠിച്ച് കഴിഞ്ഞപ്പം മനസ്സ് നിരന്തരമായ ധ്യാനം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ എന്തു പറ്റി? മനസ്സ് നിശ്ചലമായി. ആ മനസ്സ് നിശ്ചലമായപ്പോൾ അവയർനെസ് ശക്തമായി. മനസ്സ് നിശ്ചലമായപ്പോൾ അവയർനെസ് ശക്തമാവുക മാത്രമല്ല ചെയ്തത്, ആനന്ദവും ഉണ്ടായി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പതുക്കെ 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 യഥാർത്ഥമാണ് എന്നുള്ള ബോധം പതുക്കെ 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 ഇല്ലാണ്ടാവുകയാണ്. അത് എന്നിട്ട് മനസ്സ് എവിടെയാണ് ഉറയ്ക്കുന്നത്? ജ്ഞാനസ്വരൂപനും ആത്മസ്വരൂപനുമായ ഭഗവാനിൽ മാത്രം ഉറച്ചു. അതുകൊണ്ട് തന്നെ അവൾ ജീവഭാവത്തിൽ നിന്ന് മുക്തയായി, അല്പബോധത്തിൽ നിന്ന് അവൾ മുക്തയായി. രാഗദ്വേഷാദി ദോഷങ്ങളെല്ലാം ഒടുങ്ങി, സകല വിധത്തിലുള്ള മനക്ലേശങ്ങളും ഒടുങ്ങി, സകല ക്ലേശങ്ങളിൽ നിന്നും നിവൃത്തയായി. നാശരഹിതവും പരമാനന്ദ സ്വരൂപത്തോടു കൂടിയതുമായ ആത്മാവിൽ മാത്രം ലയിച്ചിരുന്നത് കൊണ്ട്, അത് ലയിച്ചു ചേർന്നത് കൊണ്ട് നാശം ഉണ്ടാവില്ല, ആനന്ദത്തിന് കോട്ടവും തട്ടില്ല. നാശരഹിതവും പരമാനന്ദ സ്വരൂപത്തോടു കൂടിയതുമായ ആത്മാവിൽ മാത്രം ലയിച്ചിരുന്നത് കൊണ്ട് ത്രിഗുണാത്മകമായ സകല വിഷയങ്ങളോടുമുള്ള പ്രതിപത്തി ഇങ്ങനെ വരാത്തവണ്ണം അപ്രത്യക്ഷമായി. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ത്രിഗുണാത്മകമായ വിഷയങ്ങളോട് പ്രതിപത്തി ഉണ്ടാകാൻ ഇടയുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയലൈസേഷൻ ഉണ്ടാകുന്നത് വരെ അതിനുള്ള സാധ്യതയൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. പക്ഷേ അൾട്ടിമേറ്റായിട്ട് ഭഗവാനിൽ തന്നെ എല്ലാ വികാരങ്ങളെയും ഈശ്വരോന്മുഖമാക്കി കഴിഞ്ഞാൽ ആ ഭഗവാനിൽ മാത്രമായിരിക്കും മനസ്സ് നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മനസ്സ് അതിനിർമ്മലമാകും, ആനന്ദം സ്ഫുരിക്കും, അവയർനെസ് ഉണ്ടാകും. അപ്പം ഇനി ഈ വിഷയങ്ങളോട് താല്പര്യമുണ്ടാകാത്ത വിധത്തിൽ മനസ്സ് നിൽക്കും. ഇനി പേടിക്കേണ്ടതായിട്ടില്ല. തിരിച്ച് ഈ ത്രിഗുണാത്മകമായ വിഷയങ്ങളോട് ഒരു വിധത്തിലുള്ള ആസക്തിയും ഉണ്ടാവുകയില്ല. സകല വിഷയങ്ങളോടുള്ള പ്രതിപത്തി ഇങ്ങനെ വരാത്തവണ്ണം അപ്രത്യക്ഷമായി. ഉറങ്ങിയുണർന്ന മനുഷ്യൻ സ്വപ്നത്തിൽ ദർശിച്ച വസ്തുക്കളെ എന്ന പോലെ തൻ്റെ ശരീരത്തെക്കുറിച്ച് ഓർത്തതേയില്ല. സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉണർന്നു കഴിഞ്ഞാൽ ഓർക്കാത്തതുപോലെ ശരീരത്തെക്കുറിച്ചുമുള്ള ഓർമ്മയൊക്കെ അങ്ങ് ഇല്ലാണ്ടായി. ആ പരമമായ ബോധത്തിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ധാരണ പൂർണ്ണമായിട്ടും ഇല്ലാതായി. കർദമൻ സ്വയോഗ വൈഭവത്താൽ സൃഷ്ടിച്ച ദാസികൾ ദേവഹൂതിക്ക് അല്പസ്വല്പം ആഹാരം നൽകി. അവിടെ എത്തിയപ്പോഴത്തേക്കും ശരീരം പോലും, അതുവരെ ആഹാരവും ദിനചര്യയും ഒക്കെ കൃത്യമായിട്ടാണ് ചെയ്തിരുന്നത്. ആ പരമമായ ലയത്തോടുകൂടി ഭഗവാനിൽ നിന്ന്, പരമമായ ബോധത്തിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാകാമെന്നുള്ള ധാരണ തന്നെ ഇല്ലാണ്ടായി. അപ്പോൾ കർദമൻ സ്വയോഗ വൈഭവത്താൽ സൃഷ്ടിച്ച ദാസികൾ ദേവഹൂതിക്ക് അല്പസ്വല്പം ആഹാരം നൽകി അവളുടെ ശരീരത്തെ നിലനിർത്തിയിരുന്നുവെങ്കിലും ഫോഴ്സ്ഫുൾ ഫീഡിങ്, കോമയിലൊക്കെ ആയിരിക്കുമ്പം മനുഷ്യർക്ക് ഫീഡ് ചെയ്യാറില്ലേ, ട്യൂബൊക്കെ ഇട്ടിട്ട്, അതുപോലെ അതിന് സമാനമായ ഫീഡിങ് നിലനിർത്തിയിരുന്നുവെങ്കിലും അതിലുമുപരിയായി മനസ്സ് ആധികളൊന്നുമില്ലാതെ പരമാനന്ദത്തോടു കൂടിയിരുന്നത് മൂലം കാർഷ്യം അവളെ ബാധിച്ചതേയില്ല. ആഹാരങ്ങളിൽ നിന്ന് അല്ലാതെ കിട്ടുന്ന ഒരു എനർജി അവളെ നിലനിർത്തി.
ആഹാരം കഴിക്കാതിരുന്നാൽ ശരീരം ക്ഷീണിക്കും, ശരീരം മെലിഞ്ഞ് ഉണങ്ങി ഇല്ലാണ്ടാവേണ്ടതാണ്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അല്പസ്വല്പം ആഹാരമൊക്കെ കർദമ പ്രജാപതിയുടെ യോഗവൈഭവത്താൽ ദേവഹൂതിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ദാസികൾ അല്പസ്വല്പം ആഹാരമൊക്കെ നിർബന്ധിച്ച് കൊടുത്തിരുന്നുവെങ്കിലും അല്പസ്വല്പേ കഴിച്ചിരുന്നുള്ളൂ. അപ്പം ശരീരത്തിന് ക്ഷീണം ഉണ്ടാവണ്ടേ? ഉണ്ടായില്ല. എന്താ കാരണം? അതിലും ഉപരി ഈ ആഹാരത്തിനൊക്കെ ഉപരിയായി ഈ സാധാരണ രീതിയിലുള്ള എനർജി ലഭിക്കുന്ന കാര്യങ്ങളിൽ ഉപരിയുമായിട്ട് ഹയർ എനർജി തലത്തിലേക്ക് മാറുകയാണ്. അതിലുപരിയായി മനസ്സ് ആധികളൊന്നുമില്ലാതെ പരമാനന്ദത്തോടെ ഇരുന്നത് മൂലം കാർഷ്യം അവളെ ബാധിച്ചതേയില്ല. ഹയർ എനർജി തലത്തിലേക്കാണ് അവളുടെ ബോധം പോയത്. തേച്ചുകുളി തുടങ്ങിയുള്ള ശരീരശുദ്ധികരങ്ങളായ കാര്യങ്ങൾ മുടങ്ങിയതുകൊണ്ട് പുകയോടുകൂടിയ തീ എന്ന പോലെ അവളുടെ ശരീരം ബാഹ്യമായി അഴുക്കു നിറഞ്ഞതായി തോന്നിയിരുന്നുവെങ്കിലും അന്ധക്കരണ ശോഭ നിമിത്തം പ്രകാശപൂർണമായിരുന്നു. നേരത്തെ പറഞ്ഞു യുക്തമായ ദിനചര്യ, ജപം, തപം, ആഹാരക്രമം. ദിനചര്യയിലാണ് 3 നേരത്തെ സ്നാനമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിച്ചിരുന്നു. പക്ഷേ ആ അബ്സല്യൂട്ടായിട്ടുള്ള കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലേക്ക് അവൾ ഉയർന്നപ്പോൾ, അല്പമായ ബോധം പൂർണ്ണമായും ഇല്ലാതെയായി അനൽപമായ ബോധം ഉദിച്ചപ്പോൾ അവൾക്ക് ബാക്കി ഒന്നും, ഈശ്വരനിൽ നിന്ന് അന്യമായിട്ടൊന്നുമുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദാസികൾ കുറച്ചൊക്കെ നിർബന്ധിച്ച് വായിക്കൂടെ തിരികെ കയറ്റിയൊക്കെ രമണ മഹർഷിയുടെ സാധനാ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ചിലർ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിച്ചിരുന്നതായിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഇവിടെ ദേവഹൂതിക്ക് നിർബന്ധിച്ച ആഹാരമൊക്കെ കൊടുത്തു. പക്ഷെ ആഹാരം കഴിക്കാത്തത് കൊണ്ട് ശരീരത്തിന് ഒരു പ്രത്യേകിച്ച് ക്ഷീണമൊന്നും ഉണ്ടായില്ല. കാരണം ആ പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ, പരമാനന്ദം എന്ന് പറഞ്ഞാൽ അത് ഹൈലി എനർജറ്റിക് പ്ലെയിനും കൂടിയാണ്. അവിടെ ഇരിക്കുമ്പം ഒരു രീതിയിലുള്ള ക്ഷീണവും ഉണ്ടാവില്ല. ശരീരമൊക്കെ അഴുക്ക് നിറഞ്ഞതാണ്. പുകയോടുകൂടിയ തീ എന്ന പോലെ അവളുടെ ശരീരം ബാഹ്യമായി അഴുക്ക് നിറഞ്ഞതായി തോന്നിയിരുന്നുവെങ്കിലും കുളിയൊക്കെ ഇല്ലാണ്ടായി. അപ്പോഴത്തേക്കും ദിനചര്യകളൊക്കെ ഇല്ലാണ്ടായി. തപം, ജപം ഇതൊക്കെ ഇല്ലാണ്ടായി. ദുഃഖം പരമാനന്ദത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതൊക്കെ ഇല്ലാതായി കഴിഞ്ഞപ്പോഴും ശരീരത്തിന് ഈ അഴുക്കൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഡള്ളാവണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. അന്ധകരണ ശോഭ നിമിത്തം പ്രകാശപൂർണമായിരുന്നു ശരീരത്തിൻ്റെ ഗ്ലോ അസാമാന്യമായിരുന്നു. ഇപ്പം ഈ ശരീരത്തിൻ്റെ ഗ്ലോ എന്നൊക്കെ പറയുന്നത് ഇന്നർ റേഡിയൻസ് ആണത്. അത് കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുണ്ടാക്കേണ്ടതല്ല. കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുണ്ടാക്കുന്നത് കൃത്രിമമാണ്, അത് താൽക്കാലികവുമാണ്. വേണ്ടത് ആന്തരികമായ ശോഭയാണ്. ആന്തരികമായ ഉണ്ടെങ്കിൽ മാൽനറിഷ്ഡായാലും കുളി തുടങ്ങിയവയൊന്നുമില്ലെങ്കിലും ശോഭയുണ്ടാകും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ശരീരശോഭയാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതല്ലേ അനുഷ്ഠിക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമാണ്. എന്നും കുളിക്കണം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു മങ്ങൽ വരും. എന്നും ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ ആ എനർജിയൊക്കെ ഫെയ്ഡാവും. ഇതൊന്നും വേണ്ട. ആ പരമമായ ആ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തെ നിലനിർത്തുവാൻ വേറൊന്നിൻ്റെയും ആവശ്യമില്ല. ദിനചര്യകളെല്ലാം മറന്നു തെറ്റി ആ പരമാനന്ദത്തിൽ ആറാടി ദേവി. ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻ്റാണ്. ദുഃഖമാണ് ഇതിന് കാരണമായി തീർന്നത്. ആ ദുഃഖത്തെ ദേവി എങ്ങനെയാണ് സാധനയിലേക്ക്, ഭക്തിയിലേക്ക് മാറ്റിയത്? സാഖ്യയോഗങ്ങളുടെ സഹായത്താൽ. സാഖ്യയോഗങ്ങൾ പ്രതിപാദിച്ചതിന് ശേഷമാണ് ഇത് വിവരിക്കുന്നത്. അപ്പം തൻ്റെ ദുഃഖത്തെ ദേവി അറിയാതെ പോവുകയില്ല. അപ്പോൾ ദുഃഖത്തിന് കാരണമായതിനെ സാഖ്യശാസ്ത്രത്താൽ വിശകലനം ചെയ്തിട്ടുണ്ടാകും. സാഖ്യശാസ്ത്രം അനുസരിച്ച് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് തൻ്റെ ദുഃഖത്തിന് കാരണമായത് എന്താണെന്നാണ് തിരിച്ചറിയുക? അബ്സല്യൂട്ടായതാണെന്നാണ് തിരിച്ചറിയുക. അപ്പോൾ അതിനോട് ദുഃഖം പരമമായ ഭക്തിക്ക് വഴിമാറും. ആ ഭക്തി നിരന്തരമായ ധ്യാനത്തിന് ഇടവരുത്തും. നിരന്തരമായ ധ്യാനം ചെയ്യുമ്പോഴും ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ദിനചര്യയിലും ഒന്നും തെറ്റുവരുത്തുന്നില്ല. ക്രമേണ അല്പബോധം പരമബോധത്തിലേക്ക് നദി സാഗരത്തിൽ ലയിച്ചു ചേരുന്നത് പോലെ ലയിച്ചു കഴിയുമ്പോൾ പിന്നെ ശരീരത്തെ നിലനിർത്തുവാൻ സാധാരണ ലൗകികങ്ങളായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല.
ശരീരം ഇന്നർ റേഡിയൻസ് കൊണ്ട് ബ്യൂട്ടിഫുള്ളായിരിക്കും. നിരന്തരമായ തപോനിഷ്ഠ, യോഗാഭ്യാസം എന്നിവയിൽ മുഴുകിയിരുന്ന അവൾ സ്വശരീരത്തെക്കുറിച്ച് ഒട്ടും തന്നെ ബോധവതിയായിരുന്നില്ല. അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന തലമുടിയോ ഊർന്നു വീണുപോയ വസ്ത്രങ്ങളോ ഒന്നും അവൾ ശ്രദ്ധിച്ചില്ല. ജെൻഡർ ബോധം ഇല്ലാതായി. ചിത്തത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ ഭഗവാൻ ശ്രീ വാസുദേവനിൽ ദൃഢമായുറച്ച ബുദ്ധിവൃത്തിയോടുകൂടിയ അവൾ പ്രാരബ്ധത്താൽ പരിരക്ഷിക്കപ്പെടുന്നതായ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. നിരന്തരമായ തപോനിഷ്ഠ, ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമുണർത്തുന്ന ചൂട്, അതാണ് തപസ്. ആ നിരന്തരമായ തപോനിഷ്ഠ, യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ സമാധി അഭ്യാസം. യോഗം എന്നുള്ള വാക്കിന് യുജ് സമാധവും, അതാണ് ധാതു. യോഗം എന്നുള്ള വാക്കിന് സമാധി എന്നർത്ഥം. സമാധി എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധനം എന്ന് യോഗസൂത്രങ്ങളിൽ പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട്. യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികളെ നിരന്തരമായി നിരോധിച്ചു കൊണ്ടിരിക്കൽ സമാധി അഭ്യാസം. അതിൽ മുഴുകിയിരുന്ന അവള് സ്വശരീരത്തെക്കുറിച്ച് ഒട്ടും തന്നെ ബോധവതിയായിരുന്നില്ല. കാരണം ആ ബോധത്തിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നും ഇല്ല. അപ്പോൾ ആകെ ബോധമുണ്ടായിരുന്നത് ആ പരമമായ സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പണ്ട് ശരീരം വേറെയാണ് എന്ന് തോന്നിയിരുന്നു, ഇപ്പം അതുമില്ല. അതും പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് ആയി തീർന്നു. അഴിഞ്ഞു, അപ്പോൾ ശരീരത്തെക്കുറിച്ചിട്ടുള്ള ബോധമേ ഉണ്ടായിരുന്നില്ല. അപ്പം അഴിഞ്ഞുലഞ്ഞ് കിടക്കുന്ന മുടിയോ ഊർന്നു വീണുപോയ വസ്ത്രങ്ങളോ ഒന്നും അവൾ ശ്രദ്ധിച്ചില്ല. മുടിയൊന്ന് ഒതുക്കി വെക്കേണ്ടതാണ്, വസ്ത്രം നേരായി ഉടുക്കേണ്ടതാണ്. ജെൻഡർ ബോധമുണ്ടെങ്കിൽ ആണാണെന്നും പെണ്ണാണെന്നും അല്ലാത്ത ജെൻഡർലെസ്, ഇന്നത്തെ ട്രാൻസ്ജെൻഡർ ആണെന്നും ഒക്കെയുള്ള ബോധമുണ്ടെങ്കിലും വസ്ത്രബോധം ഉണ്ടാവും. പക്ഷെ ഇവിടെ ആ ജെൻഡർ ബോധത്തെ ട്രാൻസെൻഡ് ചെയ്യുകയാണ്. അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന തലമുടിയോ ഊർന്നു വീണു പോയ വസ്ത്രങ്ങളോ ഒന്നും അവൾ ശ്രദ്ധിച്ചില്ല. ചിത്തത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ ഭഗവാൻ ശ്രീ വാസുദേവനിൽ ദൃഢമായി ഉറച്ച ബുദ്ധിവൃത്തിയോടുകൂടിയ അവൾ പ്രാരബ്ധത്താൽ പരിരക്ഷിക്കപ്പെടേണ്ടുന്നതായ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. ഈ ശരീരത്തെ സംരക്ഷിക്കേണ്ടത് പ്രാരബ്ധ കർമ്മമാണ്. ആ കർമ്മം തീരുമ്പോൾ ഈ ശരീരം ഉടങ്ങിക്കൊള്ളും. അപ്പോൾ ഈ ശരീരത്തെ വാസ്തവത്തിൽ സംരക്ഷിക്കുന്നത് എന്താ? പ്രാരബ്ധമാണ് അതിനെ സംരക്ഷിക്കുന്നത്. നമ്മുടെ ധാരണയാണ്, ഞാനും നിങ്ങളൊക്കെയാണ് നമ്മുടെ ശരീരത്തിനെ വേണ്ട സമയത്ത് കൊടുത്ത് പരിരക്ഷിക്കുന്നത് എന്നാണ്. അല്ല, പ്രാരബ്ധമാണ് വേണ്ട സമയത്ത് കൊടുത്ത് പരിരക്ഷിക്കുന്നത്. ഇങ്ങനെ കപില ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട സാഖ്യയോഗ മാർഗത്തെ ആശ്രയിച്ച് ജീവിച്ച ദേവഹൂതി ഏറെ താമസിയാതെ പരമാത്മാവും സർവ ഐശ്വര്യപൂർണനും പരമാനന്ദ സ്വരൂപനുമായ ഭഗവാനെ പ്രാപിച്ചു. ഇന്ദ്രിയ ജയം നേടിയ വിദുര, ഏതൊരാശ്രമത്തിൽ വെച്ചാണോ ദേവഹൂതി പരമപദത്തെ പ്രാപിച്ചത്, ആ സ്ഥാനത്തിന് ഇപ്പോൾ സിദ്ധപദം എന്ന നാമധേയം സുപ്രസിദ്ധമായി തീർന്നിരിക്കുന്നു. അവിടം ത്രിലോകങ്ങളിലും കീർത്തിയാർജിച്ച പരമപുണ്യഭൂമിയായി തീർന്നിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം വെളിപ്പെടുത്തുകയാണ് ഭഗവാൻ വ്യാസൻ. ഒരു സ്ഥലത്തിന് പുണ്യമാക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടാണ് ഒരു സാധാരണ ഭൂപ്രദേശം അസാധാരണ ഭൂപ്രദേശമായി മാറുന്നത്. ഞാനും നിങ്ങളും ഇരിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ പരമപ്രധാനമായ സ്ഥലങ്ങളൊന്നും ആയിക്കൊള്ളണമെന്നില്ല, പുണ്യ സ്ഥാനങ്ങളുമായി കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും തപസ്സുകൊണ്ട് നമുക്ക് നാം ഇരിക്കുന്ന ഇടത്തെ പുണ്യസ്ഥലമാക്കി മാറ്റാനുള്ള ശക്തിയുണ്ട് എന്ന് ഭഗവാൻ വ്യാസൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയ വിജയം നേടിയ വിദുര, ഏതൊരാശ്രമത്തിൽ വെച്ചാണോ ദേവഹൂതി പരമപദത്തെ പ്രാപിച്ചത്, ആ സ്ഥാനത്തിന് ഇന്ന് സിദ്ധപദം എന്ന നാമധേയം സുപ്രസിദ്ധമായിരിക്കുന്നു. അവിടം ത്രിലോകങ്ങളിലും കീർത്തിയാർജിച്ച പരമപുണ്യഭൂമിയായി തീർന്നിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നിടം ഇതേപോലെ പ്രസിദ്ധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരോന്മുഖമായി ദൃഢമായി ചരിച്ചാൽ മതിയാകും. യോഗമാഹാത്മ്യത്താൽ എല്ലാവിധ ശാരീരിക മാലിന്യങ്ങളും നശിപ്പിക്കപ്പെട്ട അവളുടെ ദേഹം നദികളിൽ വെച്ച് ശ്രേഷ്ഠവും
സിദ്ധന്മാരാൽ സേവിക്കപ്പെടുന്നതും സിദ്ധിയെ പ്രദാനം ചെയ്യുന്നതുമായ നദിയായി ഭവിച്ചു. അവൾ യോഗമാഹാത്മ്യത്താൽ എല്ലാവിധ ശാരീരിക മാലിന്യങ്ങളും നശിപ്പിക്കപ്പെട്ട അവളുടെ ദേഹം നദികളിൽ വെച്ച് ശ്രേഷ്ഠവും സിദ്ധന്മാരാൽ സേവിക്കപ്പെടുന്നതും സിദ്ധിയെ പ്രദാനം ചെയ്യുന്നതുമായ നദിയായി ഭവിച്ചു. മരിച്ചു കഴിഞ്ഞപ്പം അവളങ്ങ് ഇല്ലാതായില്ല. അവൾ ഈ ലോകത്തെ മറ്റു ജീവജാലങ്ങളെ പരിപോഷിപ്പിക്കുന്നവളായി രൂപാന്തരം പ്രാപിച്ചു. അവളൊരു നദിയായി തീർന്നു. അവൾ ഒഴുകുന്നിടത്തെ ജീവജാലങ്ങളെ മുഴുവൻ അവൾ നിലനിർത്തി. ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവരുടെ പരമപദപ്രാപ്തി അതിനുശേഷവും ലോകോപകാരാർത്ഥമായി ഭവിക്കും എന്ന് വ്യാസഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. മരണം അതിനൊരവസാനം കുറിക്കുന്നില്ല. അത് നിരന്തരം, ആ നദി ഭൂമിയുള്ളിടത്തോളം കാലം അവിടെ ഉണ്ടാകും. അപ്പം കാലത്തിൻ്റെ ഒരു പോയിന്റിൽ ജനിച്ച് പരമമായ പദത്തെ പ്രാപിച്ച അവൾ എല്ലായിടത്തേക്കുമായി വ്യാപിച്ചു. മഹായോഗിയും സർവൈശ്വര്യ പരിപൂർണനുമായ കപില ഭഗവാനാകട്ടെ മാതാവിൻ്റെ അനുവാദത്തോടെ സ്വപിതാവിൻ്റെ ആശ്രമത്തിൻ്റെ വടക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രയാണം ചെയ്തു. സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, മുനിമാർ, അപ്സര സ്ത്രീകൾ എന്നിവരാലെല്ലാം സ്തുതിക്കപ്പെട്ടുകൊണ്ടും സമുദ്രത്താൽ അർഘ്യവും വാസസ്ഥാനവും നൽകപ്പെട്ടുകൊണ്ടും താൻ ഉപദേശിച്ച സാഖ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്ന ആചാര്യന്മാരാൽ പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടും യോഗനിഷ്ഠനായി 3 ലോകങ്ങളിലുമുള്ള ജീവന്മാരുടെ മുക്തിക്കായി ഏകാഗ്ര മനസ്സോടെ സമാധിസ്ഥനായി ഇപ്പോഴും വസിക്കുന്നു. കപിലമൂർത്തി ഇല്ലാണ്ടായിരുന്നില്ല. കപിലമൂർത്തി എന്ത് ചെയ്തു? കപിലമൂർത്തി തൻ്റെ പിതാവായ കർദമ പ്രജാപതിയുടെ ആശ്രമത്തിൻ്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വാസമുറപ്പിച്ചു. ഇപ്പം കപില മുനി മരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കപില ഉപദേശത്തിലൂടെ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു. ഇവർ ഇപ്പോഴും ആത്മജ്ഞാനികളെ പരമമായ പദത്തിലേക്കെത്തുവാൻ വെമ്പിക്കൊണ്ടേ നിലകൊള്ളുന്നു. ഇവരുടെ ചിന്താധാരകളെ സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആരിലേക്കും അവരുടെ അനുഗ്രഹ പ്രവാഹങ്ങൾ നീടുന്നു. ആ കപിലമുനി ഇപ്പോഴും ഈ വാക്കുകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു. അദ്ദേഹം അതുമാത്രമല്ല, ഇവരുടെ എല്ലാ പ്രവൃത്തികളും ലോകോപകാരപ്രദമാണ്. അങ്ങനെ ലോകത്തെ പരമമായ പദത്തിലേക്ക് എത്തിക്കാൻ, പരമമായ പദത്തിലേക്ക് എത്തിയവരോ അവരും വീണ്ടും ലോകോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പാപരഹിതനായ വിദുര, അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമായി കപില ഭഗവാനും ദേവഹൂതിയും തമ്മിലുണ്ടായ സംവാദത്തിൻ്റെ സ്വരൂപത്തിലുള്ള ഈ സാഖ്യയോഗ ശാസ്ത്രത്തെ ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ആത്മജ്ഞാന സിദ്ധിക്കുതകുന്ന മാർഗങ്ങളിൽ വെച്ച് അത്യന്തം രഹസ്യമായിട്ടുള്ളതും കപില ഭഗവാന്റെ അഭിപ്രായത്തിൻ്റെ രത്നചുരുക്കവുമായ ഈ സാഖ്യയോഗശാസ്ത്രത്തെ ഏതൊരുവരാണോ നിരന്തരം ശ്രവിക്കുകയും മറ്റുള്ളവരെ ശ്രവിപ്പിക്കുകയും ചെയ്യുന്നത്, അവരുടെ മനസ്സ് ഗരുഡവാഹനനായ ഭഗവാനിൽ സുദൃഢമായി ഭവിക്കുകയും ദേഹാവസാനത്തിൽ ഭഗവാന്റെ പാദാരവിന്ദത്തെ പ്രാപിക്കുകയും ചെയ്യും. ഈ അറിവ് സ്വാംശീകരിച്ച് അതനുഷ്ഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുകയും വേണം. അങ്ങനെ അത്യന്തം രഹസ്യമായ ഈ ശാസ്ത്രം, രഹസ്യമായത് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കൂട്ടമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, കേൾക്കുന്ന ആൾക്ക് മാത്രമായി അർത്ഥത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, അത്ര രഹസ്യമായിട്ടുള്ളതുമായ ഭഗവാന്റെ അഭിപ്രായം, അതാണ് ഈ സാഖ്യയോഗം. ആ അഭിപ്രായത്തിൻ്റെ രത്നചുരുക്കമായ ഈ സാഖ്യയോഗത്തെ ഏതൊരുവനാണോ നിരന്തരം ശ്രവിക്കുന്നത്, നിരന്തരം അതിനെ പറയണം, നിരന്തരം ശ്രവിക്കുന്നത്, മറ്റുള്ളവരെ ശ്രവിപ്പിക്കുകയും ചെയ്യുന്നത്, അവരുടെ മനസ്സ് ഗരുഡവാഹനനായ ഭഗവാനിൽ സുദൃഢമായി ഭവിക്കുകയും ദേഹാവസാനത്തിൽ ഭഗവാന്റെ പാദാരവിന്ദത്തെ പ്രാപിക്കുകയും ചെയ്യും.
ഇവിടെ ഭാഗവതം 3-ാം സ്കന്ധത്തിലെ 33-ാമത്തെ അധ്യായം സമാപിക്കുന്നു. 3-ാമത്തെ സ്കന്ധവും സമാപിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ 3-യസ്കന്ധേ 33-ോऽധ്യായഃ സമാപ്തോയം 3-യസ്കന്ധഃ.